ഹായ് സ്റ്റുഡൻസ്. അപ്പോ നമ്മള് ഇന്ന് പ്ലസ് ടു ക്ലാസിന്റെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ് എന്ന ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഈ റിലേഷൻ ഫംഗ്ഷൻസ് എന്നുള്ള പേരിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. സെറ്റിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമ്മൾ റിലേഷൻ ഫംഗ്ഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം അത് തന്നെ അതേ കാര്യങ്ങൾ തന്നെ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, അപ്പൊ അതിനു മുൻപായിട്ട് ആദ്യം എന്താണ് റിലേഷൻ എന്ന് ഒന്നുകൂടി ഒന്ന് എക്സ്പ്രസ് ചെയ്യും. ഇപ്പോ നിങ്ങൾക്കറിയാം എന്തായിരുന്നു റിലേഷൻ എന്ന് പറയുന്നത്? എ അതേപോലെ ബി. എ ബി രണ്ട് സെറ്റുകളാണ്. എയിൽ നിന്നും ബിയിലേക്ക് ഒരു റിലേഷൻ ആർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നിരിക്കട്ടെ എങ്കിൽ ഈ ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആർ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. അപ്പൊ എന്തായിരുന്നു റിലേഷൻ എന്ന് പറയുന്നത്? എ ബി രണ്ട് സെറ്റുകൾ, എയിൽ നിന്നും ബിയിലേക്ക് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് ബി ആയിരിക്കും. ഓക്കെ, ഇതല്ലേ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചത്. പിന്നെ നമ്മൾ ഫംഗ്ഷൻ പഠിച്ചായിരുന്നു. ഫംഗ്ഷൻസിലേക്ക് നമുക്ക് വരാം. ആദ്യം റിലേഷന്റെ കാര്യം ഓർത്തിരിക്കുക. എത്രയേ ഉള്ളൂ? എന്തായിരുന്നു? എ ബി രണ്ട് സെറ്റുകളാണ്. അപ്പം എയിൽ നിന്നും ബിയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് ബിയുടെ സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ, എ ക്രോസ് ബി എന്താണെന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാം. ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് എ, സെറ്റ് ബി, ബി എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് എക്സ് വൈ ഇസഡ് ആണെങ്കിൽ എ ക്രോസ് ബി എന്ന് പറയുന്നത് എന്തുവായിരുന്നു? ഓർഡേഡ് ബൈ ഇസഡ്. അപ്പൊ എന്ത് കിട്ടും? സെറ്റ് എ എക്സ്, എ വൈ, എ ഇസഡ്, ബി എക്സ്, ബി വൈ, ബി ഇസഡ്. ഓക്കെ, ഇതാണ് എ ക്രോസ് ബി. അപ്പം ഇതിന്റെ സബ്സെറ്റ് ആണ് എന്ന് പറയുന്നത് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന രണ്ട് സെറ്റുകളുടെയും നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഏതൊരു റിലേഷനും അവയുടെ ക്രോസ് പ്രോഡക്റ്റിന്റെ അല്ലെങ്കിൽ കാർട്ടീഷ്യൻ പ്രോഡക്റ്റിന്റെ എന്തായിരിക്കും? സബ്സെറ്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോ അതവിടെ നിൽക്കട്ടെ. ഇപ്പൊ നമ്മൾ രണ്ട് സെറ്റുകളാണ് പറഞ്ഞേക്കുന്നത്. അപ്പോ എ എന്ന് പറയുന്ന ഒരു സെറ്റില് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ, എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഈ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ അപ്പൊ എന്തായിരിക്കും? അതെന്ന് പറയുന്നത് വെച്ചാൽ എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ എന്ന് വെച്ചാൽ എവിടുന്ന് എങ്ങോട്ടാ? എയിൽ നിന്നും എയിലേക്ക് തന്നെ ഡിഫൈൻ ചെയ്യുന്ന റിലേഷനാണ്. അപ്പം ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആയിരിക്കും. ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ എന്ന് പറഞ്ഞാൽ റിലേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്? എലമെന്റ്സ് ഉള്ള ഓർഡേഡ് പെയർ എക്സ് ആയിട്ട് പറയുകയാണെങ്കിൽ എക്സും വൈയും എവിടുത്തെ എലമെന്റ്സ് തന്നെ ആയിരിക്കണം? എയിലെ എലമെന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു റിലേഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, ഇവിടെ നമ്മള് ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം ഇപ്പൊ റിലേഷൻസും ഫംഗ്ഷൻസും ഒക്കെ നമ്മൾ പഠിച്ചതുകൊണ്ട് ഇവിടെ നമ്മൾ റിലേഷൻ തന്നെ ആദ്യം പഠിക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് ആണ്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിലേഷൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് എംപ്റ്റി റിലേഷൻ ആണ്. നമുക്ക് കേൾക്കുമ്പോഴേ അറിയാം എന്താണ് എംപ്റ്റി റിലേഷൻ. അപ്പം എയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ എംപ്റ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിലേഷനകത്ത് എലമെന്റ്സ് ഒന്നും വരാൻ പാടില്ല. എന്നുവെച്ചാൽ ആ റിലേഷൻ ഈക്വൽ ടു എന്തായിരിക്കണം? റിലേഷൻ ആർ ആണെങ്കിൽ ആർ ഈക്വൽ ടു 5 നൾ സെറ്റ് ആയിരിക്കണം, വോയിഡ് സെറ്റ് ആയിരിക്കണം, എംപ്റ്റി സെറ്റ് ആയിരിക്കണം. ആണെങ്കിൽ ആ റിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം? എംപ്റ്റി റിലേഷൻ വിളിക്കാം. കിട്ടുന്നുണ്ടോ? ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റ് 1 3 5 എയിൽ ഡിഫൈൻ ചെയ്യുന്ന ഒരു റിലേഷൻ ആണ്. ഞാൻ എഴുതുന്നു ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് എക്സ് വൈ ബിലോങ്സ് ടു എ ആൻഡ് എക്സ് വൈ ഈസ് ഈവൻ. ജസ്റ്റ് ഞാനൊരു റിലേഷൻ പറയാണ്. ആർ എന്ന് പറയുന്നത് ഓർഡേഡ് പെയർ എക്സ് വൈ ആണ്. എക്സും വൈ എവിടുത്തെ എലമെന്റ് ആയിരിക്കണം? എയിലെ എലമെന്റ് ആയിരിക്കണം. കൂടാതെ എക്സ് വൈ ഈസ് ഈവൻ. എക്സ് വൈ എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഈവൻ നമ്പർ ആയിരിക്കണം. ഓക്കെ, നോക്കിയേ. ഇതിനകത്ത് ഏതാ 1 1 എടുക്കാൻ പറ്റുമോ? 1 into 1 എന്ന് പറയുന്നത് 1 ആണ്, അത് ഓടാണ്. 1 into 3 എടുത്തു കഴിഞ്ഞാൽ 3 ആണ്, ഓടാണ്. 1 into 5 ഓടാണ്. അതുപോലെ 3 into 1 3 into 3 3 into 5 5 into 1 5 into 3 5 into 5. ഇവിടെ എ ക്രോസ് എ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 9 എലമെന്റ്സ് വരും അല്ലെ. ഓർഡേഡ് പെയർ 1 1 1 3 1 5 3 1 3 3 3 5 5 1 5 3 5 5 എന്ന് പറഞ്ഞാൽ 9 എലമെന്റ്സ് എ ക്രോസ് എയ്ക്കകത്ത് വരുന്നുണ്ട്.
പക്ഷെ അതിനകത്ത് ഒരേ എലമെന്റിൽ പോലും അതിനകത്ത് ഓരോ ഓർഡിനേറ്റ് പെയർസിൽ പോലും എക്സ് വൈ എന്താകുന്നില്ല, ഈവൻ ആകുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ റിലേഷൻ ആർ ഈക്വൽ ടു എന്തായിരിക്കും, 5 ആയിരിക്കും. അപ്പം അതുകൊണ്ട് ഈ റിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം, എം ടി റിലേഷൻ എന്ന് വിളിക്കാം. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താ എം ടി റിലേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു റിലേഷൻ നമ്മൾ എം ടി ആണെന്ന് പറയുകയാണെങ്കിൽ ആ റിലേഷനകത്ത് ഡിഫൈൻ ചെയ്യുമ്പോൾ റിലേഷനകത്ത് എന്ത് വരാൻ പാടില്ല, ഒരു എലമെന്റ് പോലും വരാൻ പാടില്ല. ആർ എന്ന് പറയുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കണം, നൾ സെറ്റ് ആയിരിക്കണം. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് എം ടി റിലേഷൻ ആണ്. നിൽക്കട്ടെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ റിലേഷൻ ആണ്. അടുത്ത റിലേഷന്റെ പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. എന്താണ് യൂണിവേഴ്സൽ റിലേഷൻ? സെറ്റ് നിങ്ങൾക്ക് അറിയാം അല്ലെ, എടുക്കാവുന്ന ഏറ്റവും വലിയ സെറ്റ്. അപ്പൊ റിലേഷനിലെ ഏറ്റവും വലിയ റിലേഷൻ എന്ന് വെച്ചാൽ എന്തുവാ, ആ റിലേഷൻ. ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്യുന്ന റിലേഷൻ നമുക്കറിയാം. ഈ ആർ എന്ന് പറയുന്നത് ഇസ് ദ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ആണ്. അതിലെടുക്കാവുന്ന ഏറ്റവും വലിയ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ആറ് ഈക്വൽ ടു എ ക്രോസ് എ വരിക. ആ റിലേഷൻ എന്ന് പറയുന്നത് എ ക്രോസ് എ ആവുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ റിലേഷനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. അതായത് റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ എ ക്രോസ് എയിലെ എല്ലാ എലമെന്റ്സും റിലേഷനകത്ത് വരികയാണെങ്കിൽ അത്തരം റിലേഷനെ നമുക്ക് എന്ത് വിളിക്കാം, യൂണിവേഴ്സൽ റിലേഷൻ വിളിക്കാം. നമ്മൾ നേരത്തെ എടുത്ത സെറ്റ് എന്ന് പറയാം. ഇപ്പം എ എന്ന് പറയുന്നത് 1 3 5 അല്ലേ എടുത്തത്. ഓക്കെ, അവിടെ ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആർ ഈക്വൽ ടു ഓർഡേഡ് പെയർ എക്സ് വൈ സച്ച് ദാറ്റ് x, y belongs to A and xy belongs to Z. xy belongs to Z means xy is an integer. ഓക്കെ, നോക്കുകയാണെങ്കിൽ ഇപ്പൊ എ ക്രോസ് നമുക്കറിയാം എന്താ, 1 1 1 3 1 5 2 3 1 3 3 3 5 5 1 5 3 5 5 അല്ലെ. ഇതില് എക്സ് വൈ വെച്ചാൽ എക്സ് ഇന്റു വൈ എന്തായിരിക്കണം, ഇന്റിജർ ആയിരിക്കണം. നിങ്ങൾ നോക്കി, 1 into 1 1 ഇന്റിജർ ആണ്, 1 into 3 3 ഇന്റിജർ ആണ്, 1 into 5 5 ഇന്റിജർ ആണ്. അതുപോലെ 3 1 വരും, 3 3 വരും, 3 5 വരും, 5 1 5 3 5 5 ഇത്രയും കാര്യങ്ങൾ വരും, വരത്തില്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് പറയാം, അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ റിലേഷൻ ആർ ഇസ് ഈക്വൽ ടു എ ക്രോസ് എ തന്നെ ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആർ ഈക്വൽ ടു എന്ത് വരും, എ ക്രോസ് എ വരും. അപ്പൊ ഇവിടുത്തെ റിലേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ റിലേഷനില് ആറ് എന്തിന് ഈക്വലായി, എ ക്രോസ് എക്ക് ഈക്വലായി. അതുകൊണ്ട് ഈ റിലേഷനെ നമ്മൾ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് വിളിക്കും. ഓക്കെ ആണോ? ഈ യൂണിവേഴ്സൽ റിലേഷനെയും നമ്മൾ ആദ്യം പറഞ്ഞ എം ജി റിലേഷനെയും ട്രിവിയൽ റിലേഷൻ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്, നമ്മളുടെ എം ടി റിലേഷൻ, അതുപോലെ ഏത് യൂണിവേഴ്സൽ റിലേഷൻ. ഇത് രണ്ടും ഏത് പേരിൽ അറിയപ്പെടുന്നത്, ട്രിവിയൽ റിലേഷൻ. ഓക്കെ ആണല്ലോ. അപ്പൊ നമ്മൾ എം ടി റിലേഷൻ പഠിച്ചു, യൂണിവേഴ്സൽ റിലേഷൻ പഠിച്ചു. ഇതിനെ രണ്ടുപേരെ ഏത് പേരിൽ അറിയപ്പെടുന്നുണ്ട്, ട്രിവിയൽ റിലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മള് ഈ ഒരു സെക്ഷനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്ക് കടക്കാൻ പോവാണ്. നമ്മളൊരു 3 റിലേഷൻ പഠിക്കാൻ പോവാം. റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ, ട്രാൻസിറ്റീവ് റിലേഷൻ. ഏത് റിലേഷനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ അല്ലെങ്കിൽ റിലേഷനെ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഒരു റിലേഷനെ നമ്മൾ സിമെട്രിക് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? അതേപോലെ ഒരു റിലേഷനെ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഇതാണ് നമ്മൾ പറയാൻ. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഈ എ എന്ന് പറയുന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു റിലേഷൻ ആണ് ആർ എന്നിരിക്കട്ടെ. അപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ആ സെറ്റിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന റിലേഷൻ ആണ് ആർ. ഈ ആറ് റിഫ്ലെക്സീവ് ആകണമെങ്കിൽ
റിഫ്ലെക്സീവ് റിലേഷൻ ആകണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷൻ ഇതാണ്. എന്താണ്? എ ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എ ബിലോങ്സ് ടു. എന്ന് വെച്ച് കഴിഞ്ഞാല് എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എ നമ്മുടെ സെറ്റിനകത്തെ ഒരു എലമെന്റ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? എ ബിലോങ്സ് ടു ആർ ആയിരിക്കണം. അതായത് എ ബിലോങ്സ് ടു ആർ എന്ന് ഉദ്ദേശിക്കുന്നത് എക്ക് ഇപ്പൊ എക്സ് വൈ ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ എക്സ് വൈ റിലേഷനിലെ എലമെന്റ് ആണെന്നല്ല എന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ എക്സിന് എന്തിനോട് റിലേഷൻ ഉണ്ട്? വൈയോട് റിലേഷൻ ഉണ്ട്, ആണോ? അപ്പൊ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇവിടെ എ ബിലോങ്സ് ടു ആർ എന്ന് വെച്ചാൽ എക്ക് എയോട് റിലേഷൻ വേണം. ഏത് എക്കാണ്? ഫോർ ഓൾ എ ബിലോങ്സ് ടു എയിലെ എല്ലാ എലമെന്റ്സ് ആയിട്ടുള്ള എക്ക്. അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് എയും കൂടെ ക്ലാഷ് ആവുന്നുണ്ടെങ്കിൽ ഞാൻ വേണമെങ്കിൽ എ മാറ്റിയിട്ട് വേറൊരു ലെറ്റർ ഇടാം, എക്സ് ഇടാം. അപ്പം എക്സ് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ എന്ന് പറഞ്ഞാൽ എയിൽ ഏതൊക്കെ എക്സുകൾ ഉണ്ടോ അല്ലെങ്കിൽ എയില് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടോ അതിനെല്ലാം അതിനോട് തന്നെ റിലേഷൻസ് ഉണ്ടായിരിക്കണം. അതായത് ഒരു സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻസ് ഉണ്ടെങ്കിൽ ആ റിലേഷനെ നമുക്ക് ഏത് പേരിട്ട് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ. ഒരു സെറ്റില് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുമ്പോൾ ആ റിലേഷൻസിന് നമ്മൾ എലമെന്റ്സ് നോക്കുമ്പോൾ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ എന്ത് കാണണം? റിലേഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷനെ നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ. ഞാൻ ഇപ്പൊ തൽക്കാലം വലിയൊരു റിലേഷൻ പറഞ്ഞാൽ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഒന്ന് എഴുതി കാണിക്കാം. ഇപ്പം എ എന്ന് പറയുന്ന ഒരു സെറ്റ് അത് 1 2 3 ആണ്. ഇതിനകത്ത് എത്ര എലമെന്റ്സ് വരും? എ ക്രോസ് എയ്ക്കകത്ത് എന്ന് പറയുമ്പോൾ 9 എലമെന്റ്സ് വരും. ഇങ്ങോട്ട് ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: 1 1 1 3 2 2 3 1 3 3 ഒരു റിലേഷനാണ്. ഓക്കെ ആണല്ലോ? വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പൊ എന്ത് ചെയ്യാം? വേണമെങ്കിൽ സം ഈവൻ നമ്പർ എന്നങ്ങനെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ ജസ്റ്റ് റിലേഷൻ പറയാം. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതായിരിക്കും റിലേഷൻ വന്നിരിക്കുന്നത്. ഓട്ടെ, എന്തോ ആയിക്കോട്ടെ, ഇതാണ് റിലേഷൻ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ 1ന് 1നോട് റിലേഷൻ ഉണ്ടോ? ഉണ്ട്. 2ന് 2നോട് റിലേഷൻ ഉണ്ടോ? ഉണ്ട്. 3ക്ക് 3യോട് റിലേഷൻ ഉണ്ടോ? ഉണ്ട്. അപ്പൊ നിങ്ങൾ ചിന്തിക്കാം, അത് കൂടാതെ എലമെന്റ്സ് ഇല്ലേ? അത് നിങ്ങൾ നോക്കുകയും ചെയ്യേണ്ട. റിഫ്ലെക്സീവ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്ര മാത്രം നോക്കിയാൽ മതി. ഒരു എലമെന്റിന് അതിനോട് തന്നെ റിലേഷൻ ഉണ്ടോ? അത് എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ 1 1 വന്നു, 2 2 വന്നു, 3 3 ഇല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് റിഫ്ലെക്സീവ് ആയിരിക്കത്തില്ല. ഏതെങ്കിലും ഒരു എലമെന്റിനെങ്കിലും അതിനോട് റിലേഷൻ ഇല്ലെങ്കിൽ ആ റിലേഷൻ എന്തായിരിക്കത്തില്ല? റിഫ്ലെക്സീവ് റിലേഷൻ ആയിരിക്കത്തില്ല. ഓക്കെ ആണോ? ഇതാണ് റിലേഷൻ. റിഫ്ലെക്സീവ് ആയുള്ള കണ്ടീഷൻ എന്താണ്? എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ ഉണ്ടായിരിക്കണം. ഇപ്പൊ എക്സ് ബിലോങ്സ് ടു ആർ ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു എ ആയിരിക്കണം. ഏത് സെറ്റിലാണോ നമ്മൾ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് എന്ത് വേണം? റിലേഷൻ വേണം. അങ്ങനെയാണെങ്കിൽ ആ റിലേഷൻ ഏത് പേരിട്ട് വിളിക്കാം? റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കാം. ഓക്കെ, അടുത്തത് എന്താണ് പറയാൻ പോകുന്നത്? സിമെട്രിക് റിലേഷൻ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. സിമെട്രിക് റിലേഷൻ. എന്താണ് സിമെട്രിക് റിലേഷൻ എന്ന് പറയുന്നത്? ഒരു റിലേഷൻ സിമെട്രിക് ആകണമെങ്കിൽ കണ്ടീഷൻ ഇതാണ്: ഇഫ് ഇപ്പൊ ഞാൻ എക്സ് വൈ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാണ് എക്സ് വൈ ബിലോങ്സ് ടു ആർ then yx belongs to ri. അതായത് എക്സ് വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെങ്കിൽ നമ്മുടെ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണം. ഇപ്പൊ ഇവിടെ എക്സ് വൈ പറയുവാണെങ്കിൽ എക്സ് വൈ റിലേഷനിലെ എലമെന്റ് ആണെങ്കിൽ ശ്രദ്ധിക്കണം, എക്സ് വൈ എന്ന് പറയുന്ന ഒരു എലമെന്റ് റിലേഷനിൽ ഉണ്ടെങ്കിൽ തിരിച്ച് എന്ത് വേണം? വൈ എക്സ് ആ റിലേഷനിൽ ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുകയും വൈ എക്സ് വരാതിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് എന്താണ്? സിമെട്രിക് റിലേഷൻ ആയിരിക്കത്തില്ല. ഇത്രയും പറഞ്ഞു. എക്സിന് വൈയോട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് വൈക്ക് എക്സിനോട് റിലേഷൻ ഉണ്ടായിരിക്കണം. ഇതാണ് സിമെട്രിക് റിലേഷൻ. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ എന്താണ് റിലേഷൻ സിമെട്രിക് ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഒരു റിലേഷൻ നമ്മുടെ എല്ലാ എലമെന്റ്സ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നും ഇവിടെ ഇല്ല, പക്ഷെ അത് ഇവിടെ ഉണ്ട്. റിഫ്ലെക്സീവ് ഉണ്ട്. ഇവിടെ അങ്ങനെയല്ല. ഏതൊക്കെ എലമെന്റ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ ഏതിനോടൊക്കെ റിലേഷൻസ് ഉണ്ടോ അതുമായി ബന്ധപ്പെടുത്തി മാത്രമേ പറയുന്നുള്ളൂ. ഏതൊക്കെ എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ എക്സ് അവിടെ എക്സിസ്റ്റ് ചെയ്തിരിക്കണം, നിർബന്ധമായിട്ട് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു കേസിലെങ്കിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ
നമുക്ക് പറയാം അത് സിമെട്രിക് അല്ല. അങ്ങനെ എല്ലാ കേസിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? സിമെട്രിക് ആണ്. ഇപ്പൊ നോക്കിയേ, ഇവിടെ ഇപ്പൊ റിലേഷൻ അത് എല്ലാ എലമെന്റ്സ് ഒന്നും വരുന്നില്ല. 1 1 ഉണ്ട്, 1 1നോടുണ്ട്, അപ്പൊ തിരിച്ച് 1 1 ഉണ്ടല്ലോ, അത് 1 1 ഉണ്ട്. 1 3 ഉണ്ട് എങ്കിൽ 3ക്ക് 1 വേണം. 3ക്ക് 1 ഉണ്ടോ? ഓക്കെ, 3 1 എലമെന്റ് ഉണ്ട്. 2 2. അപ്പൊ ഇത് നോക്കുവാണെങ്കിൽ ഇത് റിഫ്ലെക്സീവ് ആണ്, കൂടാതെ ഇതെന്താണ്? സിമെട്രിക് ആണ്. ഓക്കെ, ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഒരു എലമെന്റ് കൂടെ അങ്ങ് എഴുതുകയാണ്. അപ്പോ 3 1 3 2 3 3 ഇങ്ങനെയായിരുന്നു റിലേഷൻ എന്നിരിക്കട്ടെ. ഇങ്ങനെയായിരുന്നു റിലേഷൻ. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഇവിടെ 3 2 3 2 ബിലോങ്സ് ടു R ആണ്, ബട്ട് 2 3 ഡസ് നോട്ട് ബിലോങ്സ് ടു. ഈ കേസിൽ നോക്കുകയാണെങ്കിൽ 3 2 എന്താണ്? 3 2 ബിലോങ്സ് ടു R ആണ്, ബട്ട് 2 3 ഡസ് നോട്ട് ബിലോങ്സ് ടു. അപ്പം നമ്മൾ രണ്ട് റിലേഷൻ പറഞ്ഞു, ഒന്ന് റിഫ്ലെക്സീവ്, സിമെട്രിക്. എന്താ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയുന്ന റിലേഷനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ ആ സെറ്റിലെ എല്ലാ എലമെന്റ്സിനും അതിനോട് തന്നെ റിലേഷൻ വേണം. അത് മാത്രം നോക്കിയാൽ മതി. സിമെട്രിക് ആണെങ്കിലോ ഒരു എലമെന്റ് എക്സ് വൈ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തിരിച്ച് വൈ എക്സ് എക്സിസ്റ്റ് ചെയ്തിരിക്കണം. അതായത് എക്സിന് വൈയോട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് വൈക്ക് എക്സിനോട് റിലേഷൻ ഉണ്ടായിരിക്കണം. എക്സ് വൈ ഉണ്ടെങ്കിൽ വൈ എക്സ് ഉണ്ടോ നോക്കിയാൽ മതി. അല്ലാതെ ഇപ്പൊ നിങ്ങൾക്ക് ഇതിനകത്ത് ഇല്ല, അത് നോക്കിയാൽ നമ്മൾ ആദ്യം പറഞ്ഞതിനകത്ത് ഇപ്പം 1 2 3 നമ്മളിപ്പോ 2 3 3 2 ഉണ്ടോ എന്ന് അല്ലാതെ നോക്കണ്ട. സോറി, ഇപ്പോ ഏതാണ് ഇപ്പൊ 1 3 1 2 ഉണ്ട്, 2 1 ഉണ്ടോ എന്ന് നോക്കേണ്ട കാര്യമുണ്ടോ? കാര്യം 1 2 നെ കുറിച്ച് ഇവിടെ ഒന്നും പറയുന്നില്ല. പിന്നെ 2 1 കാര്യം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഏതൊക്കെ എലമെന്റ് ആണോ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിന്റെ റിവേഴ്സ് നോക്കിയാൽ മതി. അതായത് എക്ക് ബിയോട് റിലേഷൻ ഉണ്ടെങ്കിൽ തിരിച്ച് ബിക്ക് എയോട് റിലേഷൻ. എലമെന്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അതാണ് സിമെട്രിക് റിലേഷൻ. പിടികിടുന്നുണ്ടോ? അപ്പൊ ഈ റിലേഷൻ നോക്കുവാണെങ്കിൽ ഇത് റിഫ്ലെക്സീവും ആണ്, ഇത് റിഫ്ലെക്സീവും ആണ്, അതേപോലെ എന്താണ്? സിമെട്രിക്കുമാണ്. സിമെട്രിക് ഇവിടെ നമുക്ക് എനിക്ക് തോന്നുന്നു 3 2 എഴുതി, 2 3 ഇല്ലായിരുന്നു. അപ്പം ആദ്യം എഴുതിയ കേസിൽ ഓക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ നമുക്ക് 3 2 വരുന്നത് കൊണ്ട് 2 3 ഇല്ലാത്തത് കൊണ്ടും ഈ റിലേഷൻ എന്തല്ല? സിമെട്രിക് റിലേഷൻ ആണ്. ഓക്കെ, അടുത്ത പറയുന്നത് മൂന്നാമത്തെ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് പറയുന്നത്. എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ? ഇതിനകത്ത് കുറെ പ്രശ്നങ്ങളൊക്കെ വരുന്ന ഒരു ചെറിയ ഭാഗങ്ങളുണ്ട്, എല്ലായ്പ്പോഴും ഇല്ല. കണ്ടീഷൻ പറയുന്നതാണ്, ഇഫ് എക്സ് വൈ ബിലോങ്സ് ടു ആർ ആൻഡ് വൈ സെഡ് ബിലോങ്സ് ടു ആർ, then xz belongs to. അതായത് എക്സ് വൈയും വൈ സെഡും റിലേഷനിലെ എലമെന്റ്സ് ആണെങ്കിൽ അങ്ങനെ തന്നെ ചിന്തിക്കണം. എക്സ് വൈയും വൈ സെഡും റിലേഷനിലെ എലമെന്റ്സ് ആണെങ്കിൽ എക്സ് ഇസഡ് റിലേഷനിലെ എലമെന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ എക്സിന് വൈയോടും വൈക്ക് ഇസഡിനോടും റിലേഷൻ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിൽ എക്സിന് ഇസഡിനോട് റിലേഷൻ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇതിനകത്ത് ഞാൻ പറയും, ഇപ്പൊ നോർമലി നോക്കുമ്പോൾ ഇത് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഇവിടെ 1 3 ഉണ്ട്, ഇവിടെ 3 1 ഉണ്ട്, അപ്പൊ 1 1 ഉണ്ട്. അതുപോലെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇപ്പോ 3 2 ഉണ്ട്, 2 2 ഉണ്ട്, അല്ലെങ്കിൽ വേണ്ട നോക്കാം 3 2, ഇവിടെ 2 2 ഉള്ളൂ. പിന്നെ അപ്പൊ അങ്ങനെയാണെങ്കിൽ 3 2 വേണം. 3 2 ഓൾറെഡി ഓക്കെ ഉണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ജനറലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിൽ എക്സ് സെഡ് ഉണ്ടായിരിക്കാം. ഇതിനകത്ത് ചില സമയത്ത് ചില പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഈ റിലേഷൻ തന്നെ എടുക്കാം. ഇപ്പോ ഞാൻ മറ്റൊരു റിലേഷൻ, ഇപ്പൊ എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ഇപ്പോ എ ഈക്വൽ ടു സെറ്റ് 1 2 3 റിലേഷൻ എഴുതുമ്പോ ഇങ്ങനെ വരികയാണ് 1 3 1 2 1 3 1 2 1 1 1 1 1 2 1 3 1 1 1 2 1 3 ഇതാണ് റിലേഷണൽ എലമെന്റ്. അപ്പൊ നമ്മൾ നോക്കുമ്പോ പ്രശ്നം നമുക്ക് റിഫ്ലെക്സീവ് ആണോ നോക്കുവാണെങ്കിൽ നമ്മൾ നോക്കുകയാണ് 1 1 ഉണ്ട്, പക്ഷെ 2 2 ഇല്ല, ഇപ്പൊ റിഫ്ലെക്സീവ് അല്ല. അതേപോലെ ഇവിടെ 1 1 ഉണ്ട്, അതിന് റിവേഴ്സ് ഉണ്ടോ? തിരിച്ച് 1 1 തന്നെ. 1 2 ഉണ്ട്, 2 1 ഉണ്ടോ? ഇല്ല, 2 1 ഇല്ലാത്തത് 1 2 ബിലോങ്സ് ടു ആറും 2 1 ഡസ് നോട്ട് ബിലോങ്സ് ടു ആറും ആയതുകൊണ്ട് സിമെട്രിക് അല്ല. ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തുവാ? എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിൽ എക്സ് സെഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ? അപ്പൊ എക്സ് വൈ നമ്മൾ നോക്കുന്നു, ഒരു 1 1 എടുക്കുന്നു. എക്സ് വൈയും വൈ സെഡും വരുന്ന കേസ് നോക്കണം. 1 1
1 2. അപ്പൊ തിരിച്ച് 1 2 നോക്കണം. അപ്പൊ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ 1ന് 1നോട് റിലേഷൻ ഉണ്ട്, പിന്നെ ഈ 1ന് 2നോട്. അപ്പൊ തിരിച്ച് നമുക്ക് എന്ത് വേണം? 1 2. ആ 1 2 ഓൾറെഡി ഉണ്ടല്ലോ. അതുപോലെ നോക്കുവാണെങ്കിൽ അതേപോലെ 1 1 1 3 ഉണ്ട്. ഓക്കെ 1 3. ഓക്കെ, റിലേഷൻ വേറെ രീതിയിൽ മാറ്റി എഴുതാം. ഇപ്പൊ 1 1 നമുക്ക് തിരിച്ച് അപ്പൊ ആ റിലേഷൻ നോക്കുവാണെങ്കിൽ അതെന്താണ്? അതായത് 1 1 1 2 1 3 ആയിരുന്നു. ഇവിടെ നോക്കുമ്പോൾ ഏതൊക്കെ എക്സ് വൈ വൈ സെഡ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താ? 1ന് 1നോടുണ്ട്. അപ്പൊ ഇവിടെ ഇത് രണ്ടും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. എക്സ് വൈയുടെ സ്ഥാനത്ത് ഇതും വൈ സെഡിന്റെ സ്ഥാനത്ത് ഇതും എടുക്കുകയാണെങ്കിൽ എക്സ് സെഡ് എന്ന് പറയുന്നത് 1 2 ആണ്. ആ 1 2 ഇതിനകത്തുണ്ടോ? ഉണ്ട്. അതേപോലെ 1 1 1 3. അപ്പൊ നോക്കുവാണെങ്കിൽ 1 3 വേണം. 1 3 ഇവിടെ ഓൾറെഡി ഉണ്ടല്ലോ. വേറെ ഉണ്ടോ? വേറെ അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും കേസുകളുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് മറ്റൊരു എക്സാമ്പിൾ ഞാൻ അതിന് എഴുതുകയാണ്. 1 1 2 3. 1 1 2 3 റിലേഷനിലെ എലമെന്റ് ആണ്. ഇപ്പൊ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല. നമ്മൾ ആദ്യത്തെ കേസ് നോക്കിയപ്പോ റിഫ്ലെക്സീവ് സിമെട്രിക് അല്ലായിരുന്നു, പക്ഷെ ട്രാൻസിറ്റീവ് ആയിരുന്നു. ഇവിടെ നോക്കിയേ, ഇവിടെ നമുക്ക് റിഫ്ലെക്സീവ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിഫ്ലെക്സീവ് ഞാൻ ഒരു കേസ് കൂടെ പറഞ്ഞിട്ട് ഇത് പറയാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. 1 1 2 3 3 1. ഇതാണ് റിലേഷൻ. 1 1 2 3 3 1. ഓക്കെ, 1 1 ഇപ്പൊ 1ൽ എന്ത് ചെയ്യുന്ന 1 1നോടാണ്, 2ന് 3യോടും 3ക്ക് 1നോടുമാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 2ന് 1നോട് റിലേഷൻ വേണം. 2 1 എന്ന് പറഞ്ഞ എലമെന്റ് വേണം. ഉണ്ടോ ഇവിടെ? 2 1 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ 2 3 ഉണ്ട്, 3 1 ഉണ്ട്, പക്ഷെ 2 1 ഇതിനകത്തെ എലമെന്റ് അല്ല. അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് പറയാം ഈ റിലേഷൻ എന്തായിരിക്കത്തില്ല? ട്രാൻസിറ്റീവ് ആയിരിക്കത്തില്ല. ഈ റിലേഷൻ മൊത്തം നോക്കിയേ, റിഫ്ലെക്സീവ് ആണോ? 1 1 ഉണ്ട്, 2 2 ഇല്ലാത്തതുകൊണ്ട് റിഫ്ലെക്സീവ് അല്ല. അതേപോലെ 2 3 ഉണ്ട്, 3 2 ഉണ്ടോ? 3 2 ഇല്ല, അതുകൊണ്ട് സിമെട്രിക്കും അല്ല. ഏതെങ്കിലും ഒരു കേസ് അല്ലാന്ന് തെളിയിക്കാൻ ഏതെങ്കിലും ഒരു കേസിലെങ്കിലും അല്ലാന്ന് പ്രൂവ് ചെയ്താൽ മതി. ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് കുറച്ചുകൂടെ പ്രയാസം. എല്ലാ കേസും ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്കൊരു കാര്യം അല്ലാന്ന് പറയാന് ഈ ഇത്തരം ഇപ്പൊ ഈ റിലേഷന്റെ കേസിലാണെങ്കിൽ ഇപ്പൊ റിഫ്ലെക്സീവ് അല്ലെന്നോ സിമെട്രിക് അല്ലെന്നോ ട്രാൻസിറ്റീവ് അല്ലെന്നോ പറയാൻ വേണ്ടിയിട്ട് ഒരു എക്സാമ്പിൾ കാണിച്ചാൽ മതി. പക്ഷേ ഇത് ആണ് എന്ന് പ്രൂവ് ചെയ്യണമെങ്കിൽ, റിഫ്ലെക്സീവ് ആണെന്നോ സിമെട്രിക് ആണെന്നോ ട്രാൻസിറ്റീവ് ആണെന്നോ പ്രൂവ് ചെയ്യണമെങ്കിൽ ജനറലൈസ് ചെയ്ത് തന്നെ പ്രൂവ് ചെയ്യണം, അല്ല വേറെ ഒന്നും നടക്കത്തില്ല. ഓക്കെ ആണല്ലോ? അപ്പം റിഫ്ലെക്സീവ് സിമെട്രിക് ട്രാൻസിറ്റീവ് ആ കേസാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് റിഫ്ലെക്സീവ് അല്ലെന്ന് കണ്ടു, സിമെട്രിക് അല്ലെന്ന് കണ്ടു. ട്രാൻസിറ്റീവിന്റെ കേസിലേക്ക് വന്നപ്പോ 2 3 വന്നു, 3 1 വന്നു, തിരിച്ച് 2 1 ഇല്ല. 2 1 എലമെന്റ് ആയിട്ട് വരുന്നുണ്ടോ? 2 3 3 1 ഉണ്ട്, പക്ഷെ 2 1 ഇല്ല. അതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക് അല്ല, ട്രാൻസിറ്റീവ് അല്ല. അപ്പൊ ദിസ് റിലേഷൻ ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. ഓക്കെ, ഇതിനകത്ത് ഞാൻ ആദ്യം പറയാൻ വന്ന കാര്യത്തിലേക്ക് തിരിച്ചു വരാം. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. പലരും പല രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, ഞാൻ കുറച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടൊക്കെയാണ് ഞാനൊന്ന് പറയുന്നത്. ഇപ്പോഴും പലർക്കും അധികം ക്ലാരിറ്റി ഇല്ലാത്തൊരു സെക്ഷനാണ്. ഇവിടെ നമുക്ക് റിഫ്ലെക്സീവിന്റെ സിമെട്രിക്കിന്റെ കേസ് വിട്ടേക്കാം, അത് നിങ്ങൾക്ക് പെട്ടെന്ന് നോക്കാൻ പറ്റും. ട്രാൻസിറ്റീവിന്റെ കേസിൽ നിങ്ങൾ ഇവിടെ ചെക്ക് ചെയ്യാണ്. എന്താണ് ട്രാൻസിറ്റീവ് എന്ന് ഒന്നും ശ്രദ്ധിക്കണം. എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ, ദെൻ എക്സ് സെഡ് ബിലോങ്സ് ടു ആർ എന്നല്ലേ വേണ്ടുന്നത്. ഓക്കെ, നമുക്ക് ട്രാൻസിറ്റീവ് എടുക്കാൻ വേണ്ടിയിട്ട് 1 1 1 1നോട് റിലേഷൻ ഉണ്ട്. പിന്നെ ഈ 1ന് മറ്റെന്തെങ്കിലും റിലേഷനോട് പറയാൻ വേണ്ടി ഉണ്ടോ? ഇല്ല. 2 3 തിരിച്ച് 3ക്ക് എന്തിനോടെങ്കിലും റിലേഷൻ പറയാൻ വേണ്ടി ഉണ്ടോ? ഇല്ല. അപ്പൊ ഒരു എക്സ് വൈ ബിലോങ്സ് ടു ആർ എടുക്കാനുണ്ട്, പക്ഷെ അതിന് ഈക്വൽ ആയിട്ട് നമുക്കൊരു വൈ സെഡ് എടുക്കാനില്ല. എക്സ് വൈയും വൈ സെഡും റിലേഷനിലെ എലമെന്റ് ആണെങ്കിൽ എക്സ് സെഡ് വരണമെന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു വൈ സെഡ് എടുക്കാനില്ല. ഈ എക്സ് വൈക്ക് വൈ സെഡ് എടുക്കാനില്ലാത്ത ഈ അവസരത്തിൽ നമുക്ക് എക്സ് സെഡ് ഉണ്ടോ എന്ന് നോക്കാൻ പറ്റുമോ? അത് പ്രശ്നമാണ്. എക്സ് വൈയും വൈ സെഡും ഉണ്ടെങ്കിലേ നമുക്ക് എക്സ് സെഡ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ട്രാൻസിറ്റീവ് ആണെന്നും എക്സ് സെഡ് ഇല്ലെങ്കിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ്സ് നോട്ട് ട്രാൻസിറ്റീവ് എന്ന് പറയുന്നു. ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിലും അല്ലെന്ന് പറയണമെങ്കിലും ഇങ്ങനെ രണ്ട് എലമെന്റിനെ കുറിച്ച് പറയണ്ടേ? അങ്ങനെ രണ്ട് എലമെന്റ്സ് ഇവിടെ എടുക്കാനുണ്ടോ? 1ന് 1 വന്നു, ഈ 1 മറ്റേ വേറെ ഒരു 1 3 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 2 ഉണ്ടെങ്കിൽ നമുക്ക് ഓക്കെ കുഴപ്പമില്ലായിരുന്നു. അതുപോലെ ഇവിടെ 2 3 വന്നു, തിരിച്ചൊരു 3 1 എന്നോ 3 2 എന്നോ ഒക്കെ വരികയാണെങ്കിൽ ഒക്കെ കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവിടെ അത് രണ്ടും ഇല്ലല്ലോ. അപ്പം അങ്ങനെ കേസിൽ എക്സ് വൈക്ക് എക്സ് വൈ ബിലോങ്സ് ടു ആർ, വൈ സെഡ് ബിലോങ്സ് ടു ആർ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് എടുക്കാൻ എന്ത് ചെയ്യുന്നുണ്ട്? എലമെന്റ്സ് ഇല്ലാത്തില്ല.
ഇത്തരം സിറ്റുവേഷനിൽ ഇത് ട്രാൻസിറ്റീവ് ആണെന്നോ അല്ലെന്നോ നമുക്ക് പറയുമ്പോഴാണ് ചില പ്രശ്നം ഉണ്ടാകുന്നത്. ചിലർ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് പറയുന്നവരുണ്ട്, ചിലർ ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയും. ഓക്കെ, ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസിൽ ഇങ്ങനൊരു സിറ്റുവേഷൻ വരുവാണെന്നിരിക്കട്ടെ, എക്സ് വൈ എടുക്കാനുണ്ട്, തിരിച്ച് നമുക്കൊരു വൈ സെറ്റ് എടുക്കാനില്ല. അങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് അസ്യൂം ചെയ്യും. അത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ മാത്തമാറ്റിക്സ് അതൊരു കാര്യമുണ്ട്, നമുക്കൊരു കാര്യം അല്ലാന്ന് പ്രൂവ് ചെയ്യാൻ പറ്റാത്ത ആ സിറ്റുവേഷൻ വരെ അല്ല എന്ന് നമ്മൾ പ്രൂവ് ചെയ്യുകയാണെന്നിരിക്കട്ടെ, ആ പ്രൂവ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് വരെ നമ്മൾ അതാണെന്ന് അസ്യൂം ചെയ്ത് പറ്റത്തുള്ളൂ. ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കാൻ പറ്റാത്ത കാലം വരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിറ്റീവ് ആണ് അസ്യൂം ചെയ്യും. ഇത് ട്രാൻസിറ്റീവ് അല്ല എന്ന് തെളിയിക്കണമെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു എക്സ് വൈയും ഒരു വൈ സെറ്റും എക്സിസ്റ്റ് ചെയ്തിട്ട് എക്സ് സെറ്റ് വരുന്നില്ല എന്ന് പ്രൂവ് ചെയ്യണം. എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വൈ സെറ്റ് വരാത്തത് കൊണ്ട് ഇവിടെ ട്രാൻസിറ്റീവ് അല്ല എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതിനെ എന്തായിട്ട് കൺസിഡർ ചെയ്യും, ഇത് ട്രാൻസിറ്റീവ് ആണെന്ന് എടുക്കും. പലയിടത്തും ട്രാൻസിറ്റീവ് അല്ല എന്നൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ സാറിന് ചൂസ് ചെയ്യുന്നത് എങ്ങനെയാണ് ഒരു എക്സ് വൈക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു വൈ സെറ്റ് എടുക്കാനില്ലെങ്കിൽ, നോർമലി ഒരു 90% കേസിൽ നിങ്ങൾക്ക് അല്ലാതെ വരത്തുള്ളൂ. വളരെ റയർ ആയിട്ടാണ് ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ നമ്മുടെ ടെക്സ്റ്റിനകത്ത് എവിടെയോ വരുന്നുണ്ട്. അത് നമുക്ക് എക്സസൈസ് ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കത് പറയാം. അപ്പം ഈ സിറ്റുവേഷൻ നോക്കുവാണ്, എക്സ് വൈ വരികയും വൈ സെറ്റ് എന്നൊരു കേസ് നമുക്ക് എടുക്കാൻ പറ്റാതെ വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ഇതിനെ ട്രാൻസിറ്റീവ് ആയിട്ട് വരും. ഇനി അല്ലാതെ കേസിൽ എക്സ് വൈയും വരുന്നു വൈ സെറ്റും വരുന്നു, പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, എക്സ് സെറ്റ് വരുന്നുണ്ടെങ്കിൽ ട്രാൻസിറ്റീവ്, എക്സ് സെറ്റ് വരുന്നില്ലെങ്കിൽ അതെന്താണ്, നോട്ട് ട്രാൻസിറ്റീവ് എന്നാണ് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് ഈ കേസിൽ നമുക്ക് പിന്നെ പറയാനുള്ളത് എന്തുവായിരുന്നു, ഒരു റിലേഷൻ ഒരേ സമയത്ത് റിഫ്ലെക്സീവും സിമ്മട്രിക്കും അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രാൻസിറ്റീവും ആവുകയാണെന്നിരിക്കട്ടെ. എന്താണ്, ഒരു റിലേഷൻ ഒരേ സമയം, ചില റിലേഷൻസ് ചിലപ്പോൾ റിഫ്ലെക്സീവ് ആയിരിക്കും, ചിലപ്പോൾ സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ആയിരിക്കും, ചിലപ്പോൾ ട്രാൻസിറ്റീവ് ആയിരിക്കത്തില്ല. ചിലപ്പോൾ സിമ്മട്രിക്കും ട്രാൻസിറ്റീവ് ആയിരിക്കും, റിഫ്ലെക്സീവ് അങ്ങനെയൊക്കെ വരാം. ഒരു റിലേഷൻ എപ്പോഴാണോ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആകുന്നത്, അത്തരം റിലേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇക്വലൻസ് റിലേഷൻ. അപ്പം എന്താണ് ഇക്വലൻസ് റിലേഷൻ എന്ന് പറയുന്നത്, ഒരു റിലേഷൻ ആർ എന്ന് പറയുന്ന ഒരു റിലേഷനെ അത് ഇക്വലൻസ് റിലേഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് റിഫ്ലെക്സീവ് ആയിരിക്കണം, സിമ്മട്രിക് ആയിരിക്കണം, ട്രാൻസിറ്റീവ് ആയിരിക്കണം. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അതിനെ ഇക്വലൻസ് റിലേഷൻ വിളിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്താണ് റിഫ്ലെക്സീവ് റിലേഷൻ അറിയാം, സിമ്മട്രിക് റിലേഷൻ അറിയാം, ട്രാൻസിറ്റീവ് റിലേഷൻ അറിയാം. ഒരു റിലേഷൻ തന്നെ റിഫ്ലെക്സീവും സിമ്മട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ ആ റിലേഷൻ നമ്മൾ ഏത് പേരിൽ അറിയപ്പെടും, ഇക്വലൻസ് റിലേഷൻ എന്നുള്ള പേരിൽ അറിയപ്പെടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ഈ ഫസ്റ്റ് സെക്ഷനിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ആ എക്സാമ്പിൾ വെച്ചിട്ട് നമുക്ക് ഒരു ഇക്വലൻസ് റിലേഷന്റെ ഒരു എക്സാമ്പിൾ ആണ്, അതെങ്ങനെ നമ്മൾ പ്രൂവ് ചെയ്യുന്നത് നോക്കാം. നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റിലെ എക്സാമ്പിൾ അല്ല, അതുമായിട്ട് റിലേറ്റഡ് ഉള്ള ഒരെണ്ണം എടുക്കുന്നു. ഇപ്പം എൽ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ, സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ. ഇവിടെ നമ്മളൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആർ എന്ന് പറയുന്ന റിലേഷൻ സെറ്റ് L1 L2 such that xy എന്ന് പറയുന്നതിലെ കൂട്ട് L1 L2 such that L1 parallel to L2, L1 parallel to L2, L1, L2 belongs to ഈ L എന്ന് പറയുന്ന സെറ്റ്. ഇത്രയും ഞാൻ ജസ്റ്റ് ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. എന്താ പറഞ്ഞേക്കുന്നത്, L എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ലൈൻസ് ഇൻ എ പ്ലെയിൻ, ഒരു പ്ലെയിനിലെ ലൈൻസിന്റെ സെറ്റ് ആണ് L എന്ന് പറയുന്നത്. അവിടെ റിലേഷൻ എന്ന് പറയുന്നത് L1 L2 എന്ന് പറയുന്ന ഒരു എലമെന്റ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ L1 ഉം L2 എന്തായിരിക്കണം, പാരലൽ ആയിരിക്കണം. ആ L1 L2 എന്നൊക്കെ പറയുന്നത് എന്തുവാ, ഈ സെറ്റിലെ എലമെന്റ്. ഇതാണ് റിലേഷൻ ഇരിക്കട്ടെ. നമുക്കിത് റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് നോക്കാം. അപ്പോ നമുക്കറിയാം ഫസ്റ്റ് കേസ് നമ്മള് റിഫ്ലെക്സിലേക്ക് വരുവാണ്. റിഫ്ലെക്സിലേക്ക് വരുവാണെങ്കിൽ നമുക്കറിയാം എല്ലാ ലൈൻസും അതിനോട് തന്നെ പാരലൽ അല്ലേ, എല്ലാ ലൈൻസും അതിനോട് തന്നെ പാരലൽ. സംശയമുണ്ടോ? ഒരു ലൈൻ എന്ന് പറയുന്നത് അതിന് മുകളിൽ കൂടെ തന്നെ, അപ്പോ ഒരു ലൈൻ അതിനോട് ഒരു ലൈൻ അതിനായിട്ടുള്ള ഡിസ്റ്റൻസ് എപ്പോഴും 0 ആയിരിക്കും അല്ലെ, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് 0 ആയിരിക്കും. അപ്പൊ ഇത്രയേ ഉള്ളൂ, ഒരു ലൈൻ അതിനോട് തന്നെ പാരലാണ്. അപ്പൊ എല്ലാ ലൈൻസിനും അതിനോട് റിലേഷൻ ഉണ്ടായിരിക്കുമോ? ഉണ്ട്. അപ്പം നമ്മളൊരു എടുക്കുകയാണ് Li belongs to R for all Li belongs to capital I. ഇങ്ങനെ എഴുതാൻ പറ്റുന്ന കാര്യം എന്താണ്, ഏതൊക്കെ Li
ഇതിനകത്തെ എലമെന്റ് ആണോ, ഏതൊക്കെ ലൈൻസ് ഇതിനകത്തുണ്ടോ അതിനെല്ലാം അതിനോട് റിലേഷൻ ഉണ്ട്. കാര്യം എന്താ, ഓൾ ലൈൻസ് ആർ പാരൽ ടു ഇറ്റ് സെൽഫ്. വേണമെങ്കിൽ ആദ്യം ഒന്ന് എഴുതി കാണിക്കാം. ഓൾ ലൈൻസ് ആർ പാരൽ ടു ഇറ്റ് സെൽഫ് എന്ന് എഴുതിയിട്ട് therefore li belongs to R for all li belongs to L. കഴിഞ്ഞാല് എല്ലാ ലൈൻസും അതിനോട് തന്നെ പാരലാണ്. അതുകൊണ്ട് എല്ലാ ലൈൻസിനും അതിനോട് റിലേഷൻ ഉണ്ട്. സോ therefore R is reflexive. ഓക്കെ, അതുകൊണ്ട് R റിഫ്ലെക്സീവ് ആണ്. ഓക്കെ, സെക്കൻഡ് കേസ് നോക്കുക, സിമെട്രിക്ക് നോക്കാം. സിമെട്രി നമ്മൾ എങ്ങനെ എഴുതുന്നത്? ഇഫ് L1 L2 belongs to R. L1 L2 ഉണ്ടെങ്കിൽ നമുക്ക് L2 L1 വേണമെന്നാണ് വേണ്ടത്. L1 L2 belongs to R എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്തുവാ? L1 പാരലൽ ടു L2 എന്നല്ലേ? L1 L2 ന് പാരലാണ്. L1 L2 ന് പാരൽ ആണെങ്കിൽ നമുക്ക് തിരിച്ചെഴുതിക്കൂടെ? L2 പാരൽ ടു L1 എന്ന് എഴുതിക്കൂടെ? ഇപ്പൊ ഒരു ലൈൻ ഇവിടെ നമുക്ക് ഞാൻ എ ബി എന്ന് പറയുന്ന ലൈൻ, ഇവിടെ പി ക്യൂ എന്ന് പറയുന്ന മറ്റൊരു ലൈൻ. ഓക്കെ, എ ബി പി ക്യൂവിന് പാരലാണെങ്കിൽ തിരിച്ച് പി ക്യൂ എ ബിക്ക് പാരലല്ലേ? അതുകൊണ്ട് L1 L2 ന് പാരലാണെങ്കിൽ തിരിച്ച് L2 എന്താണ്? L1 ന് പാരലാണ്. L2 L1 ന് പാരലാണെങ്കിൽ നമ്മുടെ റിലേഷൻ പ്രകാരം എന്ത് വരും? L2 L1 belongs to R എന്ന് എഴുതിക്കൂടെ? L2 L1 ന് പാരലാണെങ്കിൽ L2 L1 belongs to R എന്ന് പറഞ്ഞാൽ എന്താ? L1 L2 belongs to R implies L2 L1 belongs to R. പറഞ്ഞാൽ ഏതൊക്കെ L1 L2 വരുന്നുണ്ടോ അതെല്ലാം കറസ്പോണ്ടിങ് ആയിട്ട് L2 L1 റിലേഷനിലെ എലമെന്റ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത നമ്മൾ നോക്കിയേ, മൂന്നാമത്തെ കേസ് എടുക്കുകയാണെങ്കിൽ if L1 L2 belongs to R and L2 L3 belongs to R. L1 L2 belongs to R ആണ്, അതുപോലെ L2 L3 belongs to R ആണ്. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്? L1 L3 belongs to R എന്ന് വേണം. L1 L2 belongs to R implies നമുക്ക് എങ്ങനെ എഴുതാം? L1 parallel to L2 and L2 parallel to L3. അതല്ലേ എങ്ങനെ എഴുതിയത്? L1 parallel to L2 എന്ന് എഴുതാനുള്ള കാര്യം എന്താ? L1 L2 belongs to R ആണ്. L1 L2 belongs to R ആണെങ്കിൽ L1 L2 എന്തായിരിക്കണം? പാരലായിരിക്കണം. അതുപോലെ L2 L3 belongs to R എന്ന് എഴുതാൻ പറ്റിയത് എന്തുകൊണ്ടാ? L2 L3 പാരലാണ്. അപ്പം ഓക്കെ, നമ്മൾ മൂന്ന് ലൈൻസ് എടുക്കുകയാണ്. ഇത് L1, ഇത് L2, ഇത് L3. L1 L2 ന് പാരലാണ്, L2 L3 ക്ക് പാരലാണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ മൂന്ന് ലൈൻസും പരസ്പരം അപ്പൊ എങ്ങനെയാണ്? പാരലാണ് അല്ലെ? L1 പാരലൽ ടു L2 പാരലൽ ടു L3. ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന സ്റ്റെപ്പാണ്. ഇതിനകത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇറ്റ് ഇംപ്ലൈസ് L1 പാരലൽ ടു L3 എന്ന് എഴുതിക്കൂടെ? L1 L3 ക്ക് പാരലൽ ആണെങ്കിൽ L1 L3 belongs to എന്തായിരിക്കണം? L1 L3 belongs to R ആണ്. അപ്പോ L1 L2 belongs to R and L2 L3 belongs to R, which implies L1 L3 belongs to R എന്ന് നമുക്ക് കിട്ടി. ജനറലൈസ് ചെയ്ത് പ്രൂവ് ചെയ്തു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore R is transitive. ഇവിടെ എഴുതണമായിരുന്നേ, ഇവിടെ therefore R is reflexive എന്ന് സിമെട്രിക് എന്ന് എഴുതണം. ഇവിടെ therefore R is transitive എന്ന് എഴുതണം. ഓക്കെ ആണല്ലോ. അപ്പൊ R റിഫ്ലെക്സീവ് ആണ്, സിമെട്രിക് ആണ്, അതുപോലെ ട്രാൻസിറ്റീവുമാണ്. സോ ദ ഗിവൺ റിലേഷൻ R is an equivalence relation എന്ന് എഴുതി നമുക്ക് അവസാനിപ്പിക്കാം. ഓക്കെ ആണല്ലോ. അപ്പം എന്താണ് ഇന്ന് റിലേഷനെ കുറിച്ച് പഠിച്ചു. ടൈപ്സ് ഓഫ് റിലേഷനകത്ത് കുറെ കാര്യങ്ങൾ പഠിച്ചായിരുന്നില്ലേ? നമ്മുടെ എം ടി റിലേഷൻ, യൂണിറ്റ്സ് റിലേഷൻ, അതായത് ട്രിവിയൽ റിലേഷനെ കുറിച്ച് പഠിച്ചു. പിന്നെ അതുപോലെ റിഫ്ലെക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ്, ഈക്വലൻസ് റിലേഷൻസിനെ കുറിച്ചൊക്കെ പഠിച്ചു അല്ലെ? അപ്പൊ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ പ്രോബ്ലംസും കാര്യങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ ആണല്ലോ. താങ്ക് യു.